ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പാത്രത്തിൽ നമ്മൾ വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അരിയല്ലോ, 1.5 കിലോ അരിയല്ലേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ആ ചെറിയ പാത്രം തന്നെ മതിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് റൈസ് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് റൈസ് എടുത്ത് മാറ്റി അതിലേക്ക് ആദ്യം നമ്മുടെ മട്ടൻ്റെ കറി ഉണ്ടല്ലോ അത് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, നിരത്തി കൊടുത്തു. കുറച്ച് റൈസിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ റൈസാണ് ആ മട്ടൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാലയുടെ മുകളിലേക്ക് നിരത്തി വെച്ചിട്ടുള്ളത്. ഇതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് ബിരിയാണി മസാല വെറുതെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടേ ഉള്ളൂ. അതിന് മുകളിലേക്ക് വീണ്ടും റൈസ് വെച്ച് കൊടുത്തു. ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണേ. അതിന് മുകളിലേക്ക് ഇത് വീണ്ടും മസാല നിരത്തി, നന്നായിട്ട് മസാല നിരത്തിയതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ റൈസ് നിരത്തുക. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട്